ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന +2കാരുടെ പൊളിറ്റിക്കൽ സയൻസ് മോഡൽ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് കേട്ടോ. അപ്പോൾ വൺ വേർഡ്സിൻ്റെ ആൻസേഴ്സ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഹാർഡായിരുന്നോ, മോഡറേറ്റ് ആയിരുന്നോ, ഈസി ആയിരുന്നോ എന്നൊക്കെയുള്ള കാര്യം നിങ്ങളെ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മലയാളം മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ആൻസേഴ്സ് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രിവി പേഴ്സ് അബോളിഷ് ചെയ്തത് ആരായിരുന്നു എന്നുള്ളതാണ് അല്ലേ. പ്രിവി പേഴ്സ് അബോളിഷ് ചെയ്ത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ ലീഡർ ഓഫ് മിസോ നാഷണൽ ഫ്രണ്ട്. മിസോ നാഷണൽ ഫ്രണ്ട് ലീഡർ ആരാണ്? ലാൽ ഡെങ്കയാണ് അല്ലേ. നോർത്ത് ഈസ്റ്റ് പഠിച്ചവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, മിസോ നാഷണൽ ഫ്രണ്ടിന്റെ ലീഡർ ഓപ്ഷൻ എ ആണ് ലാൽ ഡെങ്ക. ക്ലിയർ. ഇനി മൂന്നാമത്തെ ചോദ്യം വിച്ച് കൺട്രി അഡോപ്റ്റഡ് ദ ഓപ്പൺ ഡോർ പോളിസി. ഓപ്പൺ ഡോർ പോളിസി ആരാണ് അഡോപ്റ്റ് ചെയ്തത്? ചൈനയാണ്. ഓപ്ഷൻ എ. എന്ത് സിമ്പിൾ അല്ലേ, ഓപ്ഷൻ എ ചൈനയാണ്. ഓക്കെ, ഓപ്പൺ ഡോർ പോളിസി. ഇനി നാലാമത്തെ ചോദ്യം എന്താണ്? വിച്ച് നേഷൻസ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് SPA 7 പാർട്ടി അലയൻസ്. ഓക്കെ, ഈ ഒരു മൂവ്മെന്റ് ഇത് ഏത് നേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? യെസ്, ഓപ്ഷൻ ബി ആണ് ഉത്തരം. നമ്മുടെ നേപ്പാളാണ് കേട്ടോ. നേപ്പാളാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഇനി അടുത്ത് അതിൻ്റെ തന്നെ മലയാളം മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രിവി പേഴ്സ് സമ്പ്രദായം നിരോധിച്ചത് ആരായിരുന്നു? ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇന്ദിരാഗാന്ധി കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. രണ്ടാമത്തെ ചോദ്യം എന്താ? മിസോ നാഷണൽ ഫ്രണ്ടിന്റെ നേതാവ് ആരാണ്? യെസ്, ഓപ്ഷൻ എ ആണ് ഉത്തരം. ലാൽ ഡെങ്കയാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? തുറന്ന വാതിൽ നയം നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ഡൗട്ടില്ല, ചൈനയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ചൈന. ഓക്കെ, നാലാമത്തെ ചോദ്യം സപ്തകക്ഷി സംഖ്യം അതായത് SPA എന്ന ജനാധിപത്യ പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതെ, നമ്മുടെ നേപ്പാളാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നേപ്പാളാണ്. ദെൻ ഇനി നമുക്ക് ബാക്കി ഇംഗ്ലീഷ് മീഡിയത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. തമിഴ് ഈലം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് മൂവ്മെന്റ്. തമിഴ് ഈലം ഏത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട? LTTE ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. ശ്രീലങ്കൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്, ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പഠിച്ചവർക്ക് അത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ഹു വാസ് ദ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ്. യുഎൻഒയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ട്രിഗ്വീലെ. ഓക്കെ, ട്രിഗ്വീലെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലത്തെ സെക്രട്ടറി ജനറൽ ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളണേ. എവിടെ? ട്രിഗ്വീലെയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഐഡന്റിഫൈ ദ എക്കോണമിസ്റ്റ് ഹു ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്കോണമിസ്റ്റിൻ്റെ പേരാണ് KN രാജ് എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ്? KN രാജ്. അതുപോലെ സെക്കൻഡ് 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ആരാണ്? PC മഹലനോബിസ് ആണ്. ഓക്കെ, KN രാജും PC മഹലനോബിസും ആണ്. രണ്ടും അവിടെ എഴുതണം, 2 മാർക്കിനാണ്. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം ഷിംല എഗ്രിമെന്റ് ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ചത്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും ചേർന്നിട്ടാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി, സുൽഫിക്കർ അലി ഭൂട്ടോ. അതുപോലെ പഞ്ചാബ് അക്കൗണ്ട് സൈൻ ചെയ്തത് ആരായിരുന്നു? യെസ്, നമ്മുടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. രാജീവ് ഗാന്ധി. അതുപോലെ തന്നെ ഹർചന്ദ് സിംഗ് ലോങ്കോവാളും. രാജീവ് ഗാന്ധിയും ലോങ്കോവാളും ചെന്നിട്ടാണ് പഞ്ചാബ് അക്കോർഡ് എന്ത് ചെയ്തത്? സൈൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് നോക്കാം. തമിഴ് ഈഴം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യെസ്, ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. LTTE ആണ് കേട്ടോ. ശ്രീലങ്കൻ പ്രശ്നമില്ലേ, ആ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വൺ വേർഡ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി ആറാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? യെസ്, ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ട്രിഗ്വീലെ കേട്ടോ. ട്രിഗ്വീലെ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിലവിലത്തെ സെക്രട്ടറി ജനറൽ UNOയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഏഴാമത്തെ ചോദ്യം 2 മാർക്കിന്റെയാണ്. 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരെല്ലാമാണ്? ഓക്കെ, അപ്പോൾ 2 പേരെ പേര് എഴുതണം. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? KN രാജ് എന്ന് പറയുന്നത്. ഓക്കെ, KN രാജ്. അതുപോലെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര്? യെസ്, PC മഹലനോബിസ് കേട്ടോ. അപ്പോൾ KN രാജും PC മഹലനോബിസ് 2 പേരുടെ പേര് എഴുതിയാലേ 2 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം സിംല കരാർ ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ചത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും ചേർന്നിട്ടായിരുന്നു കേട്ടോ. ഇനി 9ാമത്തെ ചോദ്യം ഏതാ? പഞ്ചാബ് കരാർ ഒപ്പുവെച്ചത് ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ സി ആണ്. രാജീവ് ഗാന്ധി. അതുപോലെ തന്നെ ഹർചന്ദ് സിംഗ് ലോങ്കോവാളും. രാജീവ് ഗാന്ധിയും ലോങ്കോവാളും ചെന്നിട്ടാണ് പഞ്ചാബ് കരാർ സൈൻ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. 10ാമത്തേത് സോൾട്ടിൻ്റെയും സ്റ്റാർട്ടിൻ്റെയും എക്സ്പാൻഷൻ ഏതാണ്? ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞതിൽ സെപ്പറേറ്റ് ആയിട്ട് ഇത് രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്താണ് സാൾട്ടിൻ്റെ ഫുൾ ഫോം? ഞാൻ വായിക്കാം. സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് ആണ് കേട്ടോ. സോൾട്ട് എന്താണ്? സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ
ടോക്സ്. ക്ലിയർ. ഇനി സ്റ്റാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി ആണ് കേട്ടോ സ്റ്റാർട്ട്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. സാൾട്ട് ആണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സും, സ്റ്റാർട്ട് ആണെങ്കിൽ എന്താണ് സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റിയുമാണ് വരുന്നത്. ഓക്കെ, അതും 2 മാർക്കിനാണ്, രണ്ടും അവിടെ എഴുതേണ്ടതുണ്ട്. അടുത്തൊരു മാച്ച് ദ ഫോളോവിംഗ് ആണ് 11ാമത്. ഒന്ന് ശ്യാമപ്രസാദ് മുഖർജി. ഇതിൽ ഞാനത് മാച്ച് ചെയ്ത് തന്നെ കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതല്ലേ മാച്ച് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ. സോ ഏതാണ്? ശ്യാമപ്രസാദ് മുഖർജിയാണ് നമുക്ക് ആദ്യം വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുന്നത് ഭാരതീയ ജനസംഘമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഭാരതീയ ജനസംഘ BJSന്റെ നേതാവാണ് ആര്? ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുന്നത്. സി രാജഗോപാലാചാരി ഏതിലാണ്? സ്വതന്ത്ര പാർട്ടിയാണ് വരുന്നത്, സ്വതന്ത്ര പാർട്ടി. ആചാര്യ നരേന്ദ്രദേവാണെന്ന് ഉണ്ടെങ്കിലോ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് 3 നിങ്ങൾ മനസ്സിലാക്കാൻ 4 പാർട്ടിയുടെ ആ ഒരു പോർഷൻ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്താണ് ഈ ലീഡേഴ്സിൻ്റെ പേര് പഠിച്ചിട്ട് പോകണമെന്നുള്ളത്. അതിന് പബ്ലിക് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് വീണ്ടും പഠിക്കുക. ഇനി പഠിച്ചിട്ടില്ല, ഇപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പബ്ലിക് എക്സാമിന് മുന്നോടിയായിട്ട് 4 പാർട്ടിയിലെയും നേതാക്കന്മാർ, മീൻസ് 2ാമത്തെ ചാപ്റ്ററിലാണ് കേട്ടോ 4 പാർട്ടീസിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ അതിലുള്ള നേതാക്കന്മാരുടെ പേര് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക കേട്ടോ. ഇതുപോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘ, സി രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി, ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. ക്ലിയർ. ഇനി ഏതാണ് 12ാമതും ഒരു മാച്ച് ദ ഫോളോവിംഗ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. സോ നമുക്ക് നോക്കാമല്ലോ. ഇത് ഞാൻ പറഞ്ഞുതരാവേ. ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഉത്തരാഖണ്ഡിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിപ്കോ മൂവ്മെന്റ് ഉത്തരാഖണ്ഡാണ്. ആന്റി അരാക്ക് മൂവ്മെന്റ് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് വന്നത്. ഭാരതീയ കിസാൻ യൂണിയൻ BKU അല്ലെ, ഭാരതീയ കിസാൻ യൂണിയൻ എവിടെയായിരുന്നു? മീററ്റിലാണ് കേട്ടോ, മീററ്റിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് 7ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ 3 വൺ വേർഡും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സോ വീണ്ടും പറയുന്നു, ഈ മൂവ്മെന്റ്സും അത് നടന്ന സ്ഥലങ്ങൾ, നയിച്ച നേതാക്കന്മാരുടെ പേര് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇതുപോലൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ മലയാളം മീഡിയത്തിൽ വൺ വേർഡ്സ് കൂടി കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇനി സോൾട്ട്, സ്റ്റാർട്ട് എന്നിവയുടെ പൂർണ്ണരൂപം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ സാൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ? സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് എന്നാണ് പറയുക. സ്റ്റാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റിയാണ് സ്റ്റാർട്ട്. രണ്ടും എഴുതുക, 2 മാർക്കിനാണ്. ചേരുംപടി ചേർക്കാൻ നോക്കിക്കേ. 11ാമത്തെ ചോദ്യം. ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുന്നത് എവിടെയാണ് വരിക? യെസ്, അദ്ദേഹം ഭാരതീയ ജനസംഘം എന്ന് പറയുന്നതിലാണ് വരിക കേട്ടോ. 2ാമത്തെ ഓപ്ഷൻ ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘിലാണ് ശ്യാമപ്രസാദ് മുഖർജി വരുന്നത്. സി രാജഗോപാലാചാര്യയുടെ പാർട്ടി ഏതാ? സ്വതന്ത്ര പാർട്ടിയായിരുന്നു. ഓക്കെ, ആചാര്യ നരേന്ദ്രദേവ് ആണെങ്കിലോ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘ, സി രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി, ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടി. ക്ലിയർ. 12ാമത്തേതും ഒരു ചേരുംപടി ചേർക്കാൻ തന്നെയാണ്. 7ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ചിപ്കോ പ്രസ്ഥാനം ഏതാണ് വരിക? യെസ്, നമ്മുടെ ഉത്തരാഖണ്ഡാണ് വരുന്നത്. ചാരായ വിരുദ്ധ പ്രസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഭാരതീയ കിസാൻ യൂണിയൻ എന്ന് പറയുന്നത് മീററ്റ് ആണ് കേട്ടോ. ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം ആന്ധ്രാപ്രദേശ്, ഭാരതീയ കിസാൻ യൂണിയൻ മീററ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് പറഞ്ഞുതരാം. ഏതാണ്? ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റിനെ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ. 3 മാർക്കിൻ്റെ സെക്ഷനിലാണ് അത് വന്നിട്ടുള്ളത്. സോ ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ് നിങ്ങൾ പഠിക്കുക, അതൊരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇനി ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 5 ഇയർ പ്ലാനും സെക്കൻഡ് 5 ഇയർ പ്ലാനും പഠിക്കണമെന്ന്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ചോദിച്ചിട്ടുണ്ട്. മലയാളത്തിലാണെങ്കിൽ ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതകളെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 15ാമത്തേതാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? 3 ചാലഞ്ചസ് ഏതൊക്കെയായിരുന്നു എന്നല്ല അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെന്താണ്? ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് ഇൻ പാകിസ്ഥാൻ ഈസ് നോട്ട് ഓൾവേസ് സ്റ്റേബിൾ. ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു പാകിസ്ഥാൻസ് ഫെയിലർ ഇൻ ബിൽഡിംഗ്. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ദാറ്റ് ഈസ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പാകിസ്ഥാൻ്റെ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഓക്കെ പഠിച്ചതല്ലേ. പിന്നെ അടുത്ത 4 മാർക്കിൻ്റെ സെക്ഷൻ നോക്കുമ്പോൾ എന്താണ് 1969 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ പറഞ്ഞതായിരുന്നല്ലോ നേരത്തെ. പിന്നെന്താണ് അമേരിക്കൻ ഹെജമണീനെ പറ്റിയിട്ട് അല്ലേ, അത് നമ്മൾ എസ്സേക്ക് വേണ്ടി പഠിച്ചു. ഇപ്പോൾ 4 മാർക്കിനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത 20ാമത്തെ ചോദ്യം എന്തായിരുന്നു? ന്യൂ സോഴ്സസ് ഓഫ് സെക്യൂരിറ്റി ത്രെറ്റ്സ് അല്ലേ, അത് നമ്മളൊരു എസ്സേ ടോപ്പിക്കായിട്ടാണ് പഠിച്ചത്. ഇപ്പോൾ ഇവിടെ 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അത് ഇനി നമുക്ക് എസ്സേ ടോപ്പിക്കായിട്ട് ഒക്കെ വരാൻ കേട്ടോ, ഈ ഒരു ഹെജമണിയും ഒക്കെ. ഇനി 21ാമത്തെ ചോദ്യം ഏതായിരുന്നു? ലിസ്റ്റ് ഔട്ട് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് അഡോപ്റ്റഡ് ബൈ ഇന്ത്യ ഫോർ എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഇന്ത്യ എടുത്തിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട്
അതിൻ്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് ഞാൻ പറഞ്ഞതായിരുന്നു. പൊളിറ്റിക്കൽ, എക്കണോമിക്, കൾച്ചറൽ ഈ കോൺസിക്വൻസ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി അടുത്തെന്താണ് നമ്മുടെ ഇന്ത്യ ചൈന യുദ്ധം 1962 അല്ലേ, അത് നമ്മളൊരു എസ്സേ ടോപ്പിക്ക് വിചാരിച്ചതാണ്. ഇവിടെ ഇപ്പോൾ 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ കാശ്മീർ ഇഷ്യൂ പറഞ്ഞതായിരുന്നു ഓൾറെഡി. പിന്നെ എൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം സ്ഥാപിക്കുന്നതിൽ ഈ രാജ്യം നേരിട്ട വെല്ലുവിളികൾ ഒന്നാമത്തെ പാഠത്തിലുള്ളതാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പാകിസ്ഥാനിലെ ജനാധിപത്യ രാഷ്ട്രീയം ശാശ്വതമല്ല. അപ്പോൾ അതിനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി അല്ലേ, അറിയാമെന്നുള്ളതാണ്. പിന്നെ 4 മാർക്കിൻ്റെ സെക്ഷനിൽ പോകുമ്പോൾ 1969 കോൺഗ്രസ് പാർട്ടിയുടെ പിളർപ്പിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പില്ലേ, അതാണ് ആൻസറായിട്ട് വരുന്നത്. പിന്നെ അമേരിക്കൻ മേധാവിത്വം ഓൾറെഡി പറഞ്ഞതാണ്, മറ്റേ എന്താണ് ഹെജുമണിയൊക്കെ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ലോകം നേരിടുന്ന ഏതെങ്കിലും 2 സുരക്ഷാ ഭീഷണികളെ കുറിച്ചിട്ട്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു എസ്സേ ടോപ്പിക്കായിട്ടൊക്കെ എന്താ പറയുക പ്രഡിക്ഷൻ ചെയ്ത അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി പരിസ്ഥിതി സംരക്ഷണത്തിനായി ഇന്ത്യ സ്വീകരിച്ച വ്യത്യസ്ത നടപടികൾ പട്ടികപ്പെടുത്തുക. പിന്നെന്താണ് ആഗോളവൽക്കരണത്തെ നിർവചിക്കുക. അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം ഞാൻ പറഞ്ഞു, ആഗോളവൽക്കരണം ഒരു എസ്സേ ടോപ്പിക്കായിട്ട് പഠിച്ചിട്ട് പോവുക എന്നുള്ളത് പറഞ്ഞതായിരുന്നു. ഇപ്പോൾ ഇവിടെ 4 മാർക്കിൻ്റെ സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതൊരു എസ്സേ ടോപ്പിക്കാണ്. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഇനി 1962 ഇന്ത്യ ചൈന യുദ്ധം ഒരു എസ്സേ ടോപ്പിക്ക് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ 5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കാശ്മീർ പ്രശ്നം പഠിച്ചത് തന്നെയാണ്. പിന്നെ യൂറോപ്യൻ യൂണിയൻ്റെ കാര്യം. ഓക്കെ, 25ാമത്തെ ചോദ്യമാണ്. പിന്നെ 26 ഏതാണ്, ഇന്ത്യ വിറ്റ്നസ്ഡ് സെവറൽ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. അതായത് നമ്മുടെ 9ാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടിൽ 9ാമത്തെ ചാപ്റ്റർ, അതിൽ നമ്മളൊരു 5 ഡെവലപ്മെൻറ്റിനെ പറ്റി പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സോ അതിൽ ഏതെങ്കിലും 2 എവിടെ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ലിസ്റ്റ് ഓഫ് ദി പ്രിൻസിപ്പൽ ഓർഗൻസ്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ എന്താ പറയുക വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതായിരുന്നു. യുഎന്നോടെ പ്രിൻസിപ്പൽ ഓർഗൻസ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണമെന്നുള്ള ഒരു കാര്യം അല്ലേ, അതിനെക്കുറിച്ച് അവിടെ ചോദിച്ചിട്ടുണ്ട്. ഇത് അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ എസ്സേ ഏതായിരുന്നു, പാർട്ടീഷൻ അല്ലേ, അത് എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കുമല്ലോ. പിന്നെ 1975 നമ്മുടെ എമർജൻസി. പിന്നെന്താ സോവിയറ്റ് യൂണിയൻ തകരാനുള്ള കാരണങ്ങൾ. നമ്മുടെ എസ്സേയുടെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞ എസ്സേ ടോപ്പിക്സ് തന്നെയാണല്ലേ ഇതൊക്കെ. അപ്പോൾ അത് നമ്മളെ വീഡിയോസ് കൃത്യമായിട്ട് കണ്ട് ഫോളോ ചെയ്ത് പഠിച്ചിട്ട് പോയ ഒരു കുട്ടിക്ക് എന്തായാലും എക്സാം നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. യൂറോപ്യൻ യൂണിയനെ പറ്റിയിട്ടാണ് 25ാമത്തെ ചോദ്യം വന്നത്. നമ്മൾ പറഞ്ഞതായിരുന്നു അതൊരു എസ്സേ ടോപ്പിക് ആണെന്ന്. 26ാമത്തത് ഏതായിരുന്നു, നമ്മുടെ 9ാമത്തെ പാഠത്തിൽ പഠിക്കുന്ന ഒരു 5 രാഷ്ട്രീയ സംഭവങ്ങളെ കുറിച്ചിട്ടാണ്. അതിൽ ഏതെങ്കിലും 2 എവിടെ എഴുതി കൊടുത്താൽ മതി. 27ാമത്തെ ചോദ്യം ഏതാ, ഐക്യരാഷ്ട്രസഭയുടെ മുഖ്യ ഘടകങ്ങളെ പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത് അല്ലേ. ഇനി എസ്സേ ചോദ്യം ഏതൊക്കെയായിരുന്നു, നമ്മുടെ വിഭജനം വന്നു, അടിയന്തരാവസ്ഥ വന്നു, പിന്നെ ഏതാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിനുള്ള കാരണങ്ങളും പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഓക്കെ, എന്താണ് പറയുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിപ്പോയിട്ടുള്ളവർ ഒരാൾക്ക് അത്യാവശ്യം ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ, നന്നായിട്ട് പഠിച്ചിട്ട് പോയ ഒരു കുട്ടിക്ക്. സോ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. സോ എന്ത് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഇനി നമുക്ക് വരുന്ന മെയിൻ എക്സാം ഇപ്പോൾ നാളെ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഹിസ്റ്ററിയും എക്കണോമിക്സും ഒക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ വീഡിയോസ്, ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ദെൻ എന്തായാലും നിങ്ങളുടെ ഇന്നത്തെ എക്സാം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.